ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെന്യൂ. അപ്പം നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ പോർക്ക് ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരല്പം പോലും എണ്ണ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ മറ്റ് മസാല പൗഡറൊന്നും അധികം യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ പോർക്ക് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ പോർക്കിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയൊക്കെയാണ്. അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് മറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വേവിച്ച് കഴിയുമ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് റിലീസാവും. അതൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം പോർക്ക് മാത്രമായിട്ട് നമ്മളിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ചൂടായ പാനിലേക്ക് നമുക്ക് ചതച്ചെടുത്ത ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരു 10 അല്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അത്രയും അരിഞ്ഞെടുക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്കിതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയായിരിക്കും. അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത ഈ ചെറിയുള്ളി ഈ പാനിലേക്കിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് ഒരല്പം പോലും എണ്ണ ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. ഒരു തരത്തിലുള്ള എണ്ണയും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്തോ ആയിക്കൊള്ളട്ടെ, അതൊന്നും തന്നെ നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മറിച്ച് നമ്മൾ ഈ പോർക്ക് ഫ്രൈ ചെയ്യുമ്പം ആ പോർക്കിലുള്ള ആ ഒരു നെയ്യ് മാത്രം ഉപയോഗിച്ച് ആ നെയ്യിൽ നിന്ന് റിലീസാവുന്ന ആ ഒരല്പം ഓയിൽ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പോർക്ക് ഫ്രൈ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് മൂന്നും ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 മുതൽ 8 പച്ചമുളക് വരെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച പോർക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. മസാലയും പോർക്കും എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെപ്പർ പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ്. അപ്പം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ, അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്കിതൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പെപ്പർ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമ്മളൊരല്പം പോലും എണ്ണ ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല. അതുപോലെ മറ്റ് മസാലപ്പൊടികളും ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പോർക്ക് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതോടൊപ്പം സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സീ മോർ ഡെലീഷ്യസ് റെസിപ്പീസ് ഫ്രം മീനൂസ് മെന്യൂ.